ഫോർത്ത് ചാപ്റ്റർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് AM ട്രാൻസ്മിറ്ററും AM റിസീവറും, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതേപോലെ FM ട്രാൻസ്മിറ്റർ, FM റിസീവർ, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എല്ലാം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കും. ഓൾറെഡി നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിച്ചു. റേഡിയോ വേവ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് വയറ് കൂടാതെ സിഗ്നലുകളെ അന്തരീക്ഷത്തിലൂടെ റേഡിയോ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകളെ ഉപയോഗിച്ച് നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്താ പറയുന്നത് നോക്കുക. റേഡിയോ എന്ന് പറയുന്ന ആ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ റേഡിയോ വേവ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിരുന്നു. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന രീതിയിലാണ് റേഡിയോ നമ്മൾ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് 1844 ടെലിഗ്രാഫ് കണ്ടുപിടിച്ചു. ടെലിഗ്രാഫി എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. നമുക്ക് അയക്കേണ്ട സിഗ്നലുകളെ മോഴ്സ് കോഡ് എന്ന് പറയുന്ന ഒരു കോഡിലേക്ക് കൺവെർട്ട് ചെയ്ത് നമ്മൾ വയറിലൂടെ ആ സിഗ്നലുകളെ കടത്തിവിട്ട് സന്ദേശങ്ങൾ കൈമാറിയിരുന്ന ഒരു സിസ്റ്റമാണ് ടെലിഗ്രാഫി. അതിനുപയോഗിച്ച ഒരു ഡിവൈസാണ് ടെലിഗ്രാഫ്. 1844 സാമുവൽ മോഴ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഈ ടെലിഗ്രാഫ് സിസ്റ്റം കണ്ടുപിടിച്ചത്. അങ്ങനെ ടെലിഗ്രാഫിലൂടെ നമുക്ക് അയക്കേണ്ട സന്ദേശത്തെ മോഴ്സ് കോഡായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ എങ്ങോട്ടാണോ അയക്കേണ്ടത് അങ്ങോട്ട് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് ടെലിഗ്രാഫി. അതിനുപയോഗിച്ചതാണ് ടെലിഗ്രാഫ്. അപ്പോൾ അതിന് അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന 1876 അലക്സാണ്ടർ ഗ്രഹാം-ബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചു. നമുക്കറിയാം, ടെലിഫോണിൽ മെസ്സേജുകളെ നമ്മൾ വോയിസ് രൂപത്തിലാണ്, ശബ്ദ സന്ദേശങ്ങളായിട്ടാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ ടെലിഫോണിൽ ഡേറ്റ ഏത് രൂപത്തിലേക്ക് മാറി? ശബ്ദ രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ ടെലിഫോണിൽ നമുക്കറിയാം, ടെലിഫോണിൽ എവിടെ നിന്നാണോ അയക്കുന്നത്, എങ്ങോട്ടാണോ അയക്കുന്നത്, ആ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് വയർ ഉപയോഗിച്ച് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് ടെലിഫോൺ എന്ന് പറയുന്നത് വയേർഡ് കമ്മ്യൂണിക്കേഷനാണ്. അതിനും അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന ഒരു ടെക്നോളജിയാണ് റേഡിയോ. റേഡിയോയിൽ നമുക്കറിയാം, സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് വയർ ഉപയോഗിക്കേണ്ട കാര്യമില്ല, വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ 1896 റേഡിയോ മാർക്കോണി എന്നയാൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിലുണ്ടായ ഒരു കണ്ടുപിടുത്തം, ടെലിഫോണിനും റേഡിയോയ്ക്കും ഇടയിലുണ്ടായ ഒരു കണ്ടുപിടുത്തമാണ് 1887 ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്നയാൾ ഇലക്ട്രിക് സിഗ്നലുകളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളായിട്ട് അന്തരീക്ഷത്തിലൂടെ വയർ കൂടാതെ അയക്കാം എന്ന ഡെമോൺസ്ട്രേഷൻ നടത്തിയതാണ് 1887 ഹെൻറിച്ച് ഹെഡ്സ്. അപ്പോൾ ഇലക്ട്രിക് സിഗ്നലുകളെ അന്തരീക്ഷത്തിലൂടെ അയക്കുമ്പോൾ ആ വേവുകൾക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വയർ കൂടാതെ എയറിലൂടെ അയക്കാം എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് 1887 ഹെൻറിച്ച് ഹെഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ റേഡിയോയിലേക്ക് വന്ന ഒരു വളർച്ച, അല്ലെങ്കിൽ എത്തിപ്പെട്ടത് അങ്ങനെയാണ്. ഇനി കോഡ്ലെസ് ഫോൺ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് പരിചയപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ് കോഡ്ലെസ് ഫോൺ. പലരും കണ്ടിട്ടുണ്ടാകാം, ഉപയോഗിച്ചിട്ടുണ്ടാകാം. കോഡ്ലെസ് ഫോൺ എന്ന് പറയുന്നത് ബേസിക്കലി 2 ഭാഗങ്ങൾ ചേർന്നതാണ്. എ കോഡ്ലെസ് ടെലിഫോൺ ഈസ് ബേസിക്കലി എ കോമ്പിനേഷൻ ഓഫ് ടെലിഫോൺ ആൻഡ് റേഡിയോ ട്രാൻസ്മിറ്റർ റിസീവർ. ബേസിക്കലി ഇതെന്താണ്? ഒരു ടെലിഫോണുമാണ്, അതോടൊപ്പം ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവറുമാണ്. എന്താണെന്ന് പറയാം. ഇതിൻ്റെ നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ, ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഇതിന് 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് ഒരു ബേസ് യൂണിറ്റ് ഉണ്ടാകും, മറ്റൊന്ന് നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ഒരു പോർട്ടബിൾ യൂണിറ്റ് ഉണ്ടാകും. ഇപ്പോൾ മുകളിൽ കാണുന്ന ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം? അത് കൊണ്ടു നടക്കാം. അത് നമ്മൾ പോർട്ടബിൾ യൂണിറ്റ് എന്നാണ് പറയുക. സാധാരണ ടെലിഫോണിൻ്റെ രൂപത്തിലിരിക്കുന്നതിന് നമ്മൾ ബേസ് യൂണിറ്റ് എന്ന് പറയും. ഈ ബേസ് യൂണിറ്റിലേക്ക് നമ്മൾ ടെലിഫോൺ കേബിൾ ഉപയോഗിച്ച് വയേർഡ് കമ്മ്യൂണിക്കേഷനാണ് നടത്തുക. എന്നാൽ ഈ ബേസ് യൂണിറ്റും നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ഈ പോർട്ടബിൾ യൂണിറ്റും വളരെ കുറഞ്ഞ ദൂരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പോർട്ടബിൾ യൂണിറ്റ് നമ്മുടെ കയ്യിലിരുന്നാൽ ഈ പോർട്ടബിൾ യൂണിറ്റിൽ നിന്ന് ഡേറ്റ അല്ലെങ്കിൽ വോയിസ്
ബേസ് യൂണിറ്റിലേക്ക് വയർലെസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ ബേസ് യൂണിറ്റിൽ നിന്ന് പോർട്ടബിൾ യൂണിറ്റിലേക്കും വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതായത് ബേസിക്കലി ഇതൊരു ടെലിഫോണാണ്, വയേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിന്റെ ബേസ് യൂണിറ്റ് ടെലിഫോൺ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഈ ബേസ് യൂണിറ്റും പോർട്ടബിൾ യൂണിറ്റും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, റേഡിയോ വേവ് ഉപയോഗിച്ചുള്ള ട്രാൻസ്മിഷനും റിസപ്ഷനും റിസീവിങ്ങും നടത്താം. അതുകൊണ്ട് ഇതിനെ നമുക്ക് പറയാം ടെലിഫോണുമാണ് ഒരു റേഡിയോ ട്രാൻസ്മിറ്ററും റിസീവറുമാണെന്ന് നമുക്ക് ഇത് പറയാം. പലരും ഇത് കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ ഇത്തരം ഫോണുകളെ നമ്മൾ പറയുന്ന പേരാണ് കോഡ്ലെസ് ടെലിഫോൺ. ഇനി നമ്മൾ പഠിക്കുന്നത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞു. ഈ റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ how a speech signal is being transformed into electromagnetic wave and the wave being traveled through space and converted back to the original speech signal which can be heard by another person. എങ്ങനെയാണ് നമ്മളൊരു സ്പീച്ച് സിഗ്നലിനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് നമ്മൾ റിസീവറിലേക്ക് എത്തിക്കുന്നത്, ആ റിസീവറിൽ എത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒറിജിനൽ സ്പീച്ച് സിഗ്നലിനെ റിക്കവർ ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫിഗറാണിത്. റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്കറിയാം, ഒരു ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് വരുന്ന സിഗ്നലുകളെ നമ്മൾ ഇലക്ട്രോണിക് സിഗ്നലുകളാക്കി ഇലക്ട്രിക് സിഗ്നലുകളാക്കി മാറ്റുന്നു. എക്സാമ്പിൾ മൈക്ക് നമ്മൾ കണ്ടതാണ്. വരുന്ന ശബ്ദ സിഗ്നലുകളെ നമ്മൾ ട്രാൻസ്ഡ്യൂസർ മൈക്ക് ഉപയോഗിച്ച് ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ഇലക്ട്രിക് സിഗ്നലിനെ നമ്മൾ ഇലക്ട്രോണിക് പ്രോസസ്സായിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തു. അതായത് അതിനാവശ്യമായ രൂപത്തിൽ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ആ സ്ട്രെങ്ത് ചെയ്തു. സിഗ്നലിനെ ആവശ്യമായ സ്ട്രെങ്ത് കൊടുത്ത് നമ്മൾ ആംപ്ലിഫൈ ചെയ്തു. ആ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെ നമ്മൾ ട്രാൻസ്മിറ്ററിൽ നടന്ന ഒരു പ്രവർത്തനമാണ് മോഡുലേഷൻ. അറിയാലോ, ഓഡിയോ സിഗ്നലുകളെ നമുക്ക് കൂടുതൽ ദൂരത്തേക്ക് അയക്കാൻ കഴിയില്ല. അതിനുവേണ്ടി ആ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ ഒരു ക്യാരിയർ സിഗ്നൽ ഉണ്ടാക്കിയെടുത്ത് ആ ക്യാരിയർ സിഗ്നലിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്ത് അയച്ചതിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മോഡുലേഷൻ ചെയ്തപ്പോൾ ഉണ്ടായ ഗുണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അപ്രകാരം ട്രാൻസ്മിറ്ററിൽ നടന്ന ഒരു പ്രവർത്തനമാണ് മോഡുലേഷൻ. അങ്ങനെ മോഡുലേഷൻ ചെയ്ത സിഗ്നലിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളായിട്ട് അന്തരീക്ഷത്തിലൂടെ അയച്ചു. ആ അയച്ച സിഗ്നലുകളെ റിസീവറിൽ സ്വീകരിച്ചു. റിസീവറിൽ സ്വീകരിച്ചതിന് ശേഷം ആ AM വേവ് അല്ലെങ്കിൽ FM വേവ് ഏതാണോ മോഡുലേഷൻ ടെക്നോളജി ഉപയോഗിച്ചത് അത് ആ വേവിൽ നിന്ന് ക്യാരിയർ സിഗ്നലിനെ റിമൂവ് ചെയ്ത് നമുക്ക് ആവശ്യമായ ഒറിജിനൽ സ്പീച്ച് സിഗ്നലിനെ മാത്രം റിക്കവർ ചെയ്ത് എടുത്തു. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡീമോഡുലേഷൻ. അപ്രകാരം ഡീമോഡുലേഷൻ ചെയ്ത സിഗ്നലിലെ ഒറിജിനൽ സ്പീച്ച് സിഗ്നലിനെ നമ്മൾ വീണ്ടും ഒരു ട്രാൻസ്ഡ്യൂസറിലൂടെ കടത്തിവിട്ടു. ആ ട്രാൻസ്ഡ്യൂസർ എക്സാമ്പിൾ ലൗഡ് സ്പീക്കർ, ആ ലൗഡ് സ്പീക്കറിലൂടെ കടത്തിവിട്ടു. ആ ലൗഡ് സ്പീക്കർ അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഒറിജിനൽ സ്പീച്ച് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെ അവിടെ റിസീവിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന പേഴ്സണ് എന്താണോ ട്രാൻസ്മിറ്റിംഗ് സെക്ഷനിൽ നിന്ന് അയച്ച ശബ്ദ സന്ദേശം അത് കേൾക്കാനായിട്ട് പറ്റുന്നു. ഇതാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പഠിക്കാനുള്ളത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് AM റേഡിയോ ട്രാൻസ്മിറ്റർ. ഒരു AM റേഡിയോ ട്രാൻസ്മിറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇപ്പം നമുക്ക് മുകളിൽ പറഞ്ഞ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ മനസ്സിലായി. ഇതിനെ നമ്മളിവിടെ ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് AM റേഡിയോ ട്രാൻസ്മിറ്ററിൽ എങ്ങനെ നടക്കുന്നു എന്ന് ആ ട്രാൻസ്മിറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാമാണിത്. AM റേഡിയോ ട്രാൻസ്മിറ്റർ. ഫസ്റ്റ് എല്ലാവരും ഇതിന്റെ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഫസ്റ്റ് മൈക്രോഫോൺ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. അത് ശബ്ദ സിഗ്നലുകളെ ഇലക്ട്രിക് സിഗ്നലായിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ആ കൺവേർട്ട് ചെയ്ത ഇലക്ട്രിക് സിഗ്നലിനെ ഓഡിയോ റേഞ്ചിലുള്ള സിഗ്നൽ ആയതുകൊണ്ട് 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയിലുള്ളതാണ് നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുക. ആ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നലിനെ ഓഡിയോ ആംപ്ലിഫയറിലേക്ക് കൊടുത്ത് അതിനാവശ്യമായ സ്ട്രെങ്തൻ ചെയ്യുന്നു. ആവശ്യമായ രീതിയിലേക്ക് അതിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഓഡിയോ ആംപ്ലിഫയർ. അപ്പോൾ ഓഡിയോ ആംപ്ലിഫയറിൽ ഓഡിയോ സിഗ്നലിനെ ആവശ്യമായ സ്ട്രെങ്തൻ ചെയ്ത് എടുക്കുന്നു. ആ സ്ട്രെങ്തൻ ചെയ്ത സിഗ്നലിനെ നമ്മൾ കണ്ടു ട്രാൻസ്മിറ്ററിൽ മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണമെന്ന് കണ്ടു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് AM റേഡിയോ ട്രാൻസ്മിറ്റർ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിൽ നമ്മൾ കണ്ടതാണ്
രണ്ട് സിഗ്നൽ വേണം മോഡുലേഷൻ നടത്താനായിട്ട്. ഒന്ന് മെസ്സേജ് സിഗ്നൽ, മറ്റൊന്ന് അതിനെ ക്യാരി ചെയ്യാനായിട്ടുള്ള ക്യാരിയർ സിഗ്നൽ. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിന്റെ താഴെ കാണുന്ന ബ്ലോക്കാണ് റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. റേഡിയോ ഫ്രീക്വൻസിയിലുള്ള ഒരു ക്യാരിയർ സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടാണ് റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്ററിൽ നിന്ന് ക്യാരിയർ സിഗ്നലിനെ ജനറേറ്റ് ചെയ്ത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിലേക്ക് കൊടുത്തു. മൈക്കിൽ നിന്ന് വന്ന ശബ്ദ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് മോഡുലേറ്ററിൽ കൊടുത്തു. അപ്പോൾ രണ്ട് സിഗ്നൽ കിട്ടി. ഒന്ന് മെസ്സേജ് സിഗ്നൽ മൈക്ക് വഴിയും മറ്റൊന്ന് ക്യാരിയർ സിഗ്നൽ റേഡിയോ RF ഓസിലേറ്റർ വഴിയും നമുക്ക് കിട്ടി. ഈ രണ്ട് സിഗ്നലിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ എന്ത് ചെയ്യുന്നു? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നടത്തുന്നു. ആ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നടത്തിയ സിഗ്നലിനെ RF പവർ ആംപ്ലിഫയർ ഉപയോഗിച്ച് നമുക്ക് റിസീവറിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ പവർ ലെവലിലേക്ക് മാറ്റി ആന്റിന വഴി നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് AM റേഡിയോ ട്രാൻസ്മിറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഓരോ ബ്ലോക്കിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് അതിന്റെ പോയിന്റുകളൊന്ന് പരിചയപ്പെടാം. മൈക്രോഫോൺ എന്താ ചെയ്യുന്നത്? ദ മൈക്രോഫോൺ കൺവേർട്ട് സൗണ്ട് വേവ്സ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. മൈക്രോഫോൺ സൗണ്ട് സിഗ്നലുകളെ ഇലക്ട്രിക് സിഗ്നലുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. AF റേഞ്ച് നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് 20 ഹെർട്സിനും 20 കിലോഹെർട്സിനും ഇടയിലുള്ള ഫ്രീക്വൻസികളാണ് നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി എന്ന് അല്ലെങ്കിൽ AF സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൈക്ക് സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസറാണ്. ഇനി ഓഡിയോ സ്റ്റേജ് എന്ന് പറയുന്ന സെക്കൻഡ് ബ്ലോക്കാണ് ഓഡിയോ ആംപ്ലിഫയർ. ഓഡിയോ ആംപ്ലിഫയറിൽ എന്ത് നടന്നു? നമ്മൾ മൈക്കിൽ നിന്ന് വന്ന ആ ഇലക്ട്രിക് സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ആംപ്ലിഫൈ ചെയ്ത് എടുക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു സെക്ഷനാണ് ഓഡിയോ ആംപ്ലിഫയർ. തേർഡ് സെക്ഷനാണ് മോഡുലേറ്റർ. മോഡുലേറ്ററിൽ നമ്മൾ കണ്ടു, ഇത് നമ്മൾ പഠിക്കുന്നത് AM മോഡുലേറ്റർ, AM ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിലേക്ക് വരുന്ന ഓഡിയോ സിഗ്നലിനെ ക്യാരിയർ സിഗ്നലിലേക്ക് ചേർത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് അയച്ചു. മോഡുലേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്യാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിലോ ഫ്രീക്വൻസിയിലോ ഫേസിലോ ഒക്കെ മാറ്റം വരുത്തി നമുക്ക് 3 തരം മോഡുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആംപ്ലിറ്റ്യൂഡിലാണ് മാറ്റം വരുത്തുന്നത്. ക്യാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിൽ മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് മാറ്റം വരുത്തി ചെയ്യുന്ന മോഡുലേഷനാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ മോഡുലേറ്ററിൽ ഓഡിയോ സിഗ്നലിനെ റേഡിയോ ഫ്രീക്വൻസി ക്യാരിയർ സിഗ്നലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? സൂപ്പർ ഇമ്പോസ് ചെയ്ത് മോഡുലേഷൻ നടത്തി. ഇനി ഇപ്പോൾ നമ്മൾ താഴത്തെ മോഡുലേറ്ററിന്റെ താഴെ ഉള്ളൊരു ബ്ലോക്കാന്ന് പറഞ്ഞു ഫ്രീക്വൻസി ഓസിലേറ്റർ. ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആവശ്യമായ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകളെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന സർക്യൂട്ടാണ് ഓസിലേറ്റർ. ആ ഓസിലേറ്റർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് RF ഓസിലേറ്റർ ആണ്. മോഡുലേഷൻ ചെയ്യാൻ ആവശ്യമായ റേഡിയോ ഫ്രീക്വൻസിയിലുള്ള ക്യാരിയർ സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്നതാണ് റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. അപ്പോൾ ക്യാരിയർ സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഇനി ലാസ്റ്റ് ബ്ലോക്കാണ് RF പവർ ആംപ്ലിഫയർ. RF പവർ ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നു? ആ മോഡുലേഷൻ ചെയ്ത സിഗ്നലിനെ റിസീവറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട പവർ നൽകി അതിനെ ആംപ്ലിഫൈ ചെയ്ത് പവർ നൽകി അതിനെ ആംപ്ലിഫൈ ചെയ്ത് ആന്റിനയിലേക്ക് അയക്കുന്നു. ആന്റിന എന്ന് പറയുന്നത് അതിന്റെ ലാസ്റ്റ് സെക്ഷനാണ്, ട്രാൻസ്മിറ്ററിന്റെ ലാസ്റ്റ് സെക്ഷനാണ് ആന്റിന. ആന്റിനയിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് സിഗ്നലിന്റെ പ്രോസസ്സാണ് നടന്നത്. ഈ ഇലക്ട്രിക് സിഗ്നലുകളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളാക്കി മാറ്റുന്നത് ഏതാണ്? ആന്റിനയാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആന്റിനയെ പറയുന്ന പേരാണ് ട്രാൻസ്മിറ്റിംഗ് ആന്റിന. ഇതാണ് നമ്മളൊരു AM റേഡിയോ ട്രാൻസ്മിറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് AM റേഡിയോ റിസീവർ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.